ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് മറൈൻ ഡ്രൈവിലാണ്. എറണാകുളത്തെ മറൈൻ ഡ്രൈവിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ബോട്ടിങ്ങിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ചിന്തിക്കുക. ഇപ്പോൾ ഇവിടുന്ന് ഒരുപാട് ബോട്ടിങ്ങിൻ്റെ ഇതുകളുണ്ട്, ബോട്ടുകൾ ഇഷ്ടംമാരുണ്ട്, അതിൻ്റെ കുറേ ഏജൻസികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് ബോട്ടിങ് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു സ്ഥലമെന്ന് പറയുന്നത്, നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഈ നമ്മുടെ വാട്ടർ മെട്രോ സ്റ്റേഷനാണ് ഈ മുന്നിൽ കാണുന്നത്. വാട്ടർ മെട്രോ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 40 രൂപ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ ഇവിടുന്ന് മറൈൻ ഡ്രൈവിൽ നിന്ന് നേരെ പോയിട്ട് ബോൾഗാട്ടി ഐലൻഡ്, വല്ലറപ്പാടം ബോൾഗാട്ടി ഐലൻഡ്സ് നമ്മുടെ സ്റ്റോപ്പില്ല, ആ ഏരിയ കൂടെ പോയിട്ട് നമുക്ക് അവിടെ ഫോർട്ട് കൊച്ചി വരെ പോകുന്ന ഒരു ബോട്ടിംഗ് ഉണ്ട്. ആ ബോട്ടിങ്ങാണ് കുറേയും കൂടി ഈസി ആയിട്ടുള്ള ബോട്ടിങ്. നല്ലതാണ്, നല്ല ഫെസിലിറ്റീസൊക്കെ ഉള്ള ഇതാണ്. പക്ഷേ നമ്മളത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ ഒരു പറയുന്ന വാട്ടർ മെട്രോ സ്റ്റേഷനിൽ പോയിട്ട് ഒരു 40 രൂപ ടിക്കറ്റ് എടുത്ത് നമ്മൾ പോയിട്ട് അവിടെ ചെന്നിട്ട് വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാം. പക്ഷേ അത് പ്രൈവറ്റ് ബോട്ടിംഗ് അല്ല, പബ്ലിക്കായിട്ടുള്ള സ്പേസ് ആയതുകൊണ്ടും, അല്ലെങ്കിൽ ഒരു ഇതല്ലാതെ നമ്മളൊരു പബ്ലിക് അല്ലാത്തൊരു പ്രൈവറ്റ് ബോട്ടിങ്ങാണ് നമ്മൾ നോക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരുപാട് ബോട്ടിങ്ങിൻ്റെ ക്ലബ്ബുകളും ഇതായിട്ട് ബുക്കിംഗ് ഏജൻസികളൊക്കെ ആയിട്ട് ഇവിടെ വരുന്നുണ്ട്. പക്ഷേ നമ്മളതിൽ ഒരു 2-3 കാര്യങ്ങളാണ് ഇതിൽ ചിന്തിക്കേണ്ടത്. ഇതിൽ കുറേ പ്ലേസിൽ കുറേ ബുക്കിംഗ് ഏജൻസികൾ പല കാര്യങ്ങളാണ് എപ്പോഴും പറയുക. ചിലർ പറയും 200 രൂപയ്ക്ക് ബോട്ടിംഗ് കിട്ടും, 500 രൂപയ്ക്ക് ബോട്ടിംഗ് കിട്ടും, 1000 രൂപയാണ് ബോട്ടിംഗ്. ചിലർ പറയും 2000 രൂപയുടെ അടുത്തൊക്കെ ബോട്ടിംഗ് ഉണ്ട്, 1500 രൂപയ്ക്ക് ബോട്ടിംഗ്. ഈ ബോട്ടിങ്ങുകളും ബാക്കിയുള്ള ബോട്ടിങ്ങുകൾ ഏത് തിരഞ്ഞെടുക്കണം നമ്മൾ ആലോചിക്കുമ്പോൾ ആദ്യം നോക്കേണ്ട 2-3 കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്നെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റൂട്ടാണ്. മറൈൻ ഡ്രൈവ്, ബോൾഗാട്ടി പാലസ്, വല്ലാർപാടം, വില്ലിംഗ്ടൺ ഐലൻഡ്, അത് കഴിഞ്ഞിട്ട് ഫോർട്ട് കൊച്ചി. ഇതാണ് ബോട്ടിങ്ങിൻ്റെ ഈ കായലിൻ്റെ ഒരു ഏരിയ. ഫോർട്ട് കൊച്ചി കഴിഞ്ഞിട്ട് അതിനപ്പുറത്തേക്ക് കയറി പോയിട്ട് നമ്മുടെ ഷിപ്പിൻ്റെ ഒരു മൂവ്മെൻറ്റ് പ്ലേസ് ഉണ്ടല്ലോ, ആ ഒരു പാത്ത് കഴിഞ്ഞിട്ട് അപ്പുറത്തേക്ക് കയറിയിട്ട് കടലിൽ പോയിട്ട് തിരിച്ചു വരുന്ന ബോട്ടുകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബോട്ടിങ്ങിൽ തന്നെ ഈ പറയുന്ന രീതിയിൽ ഇതുണ്ടാവും, മറ്റെന്താ പറയുക, DJ ഉണ്ടാവും, ഉച്ചക്കുള്ള ഫുഡ് ഉണ്ടാവും. അങ്ങനെ ഫുഡും എല്ലാം കൂടിയിട്ട് 1500 രൂപ, 1300 സംതിങ് അങ്ങനെ ചെയ്യുന്ന നല്ല ലക്ഷറി ബോട്ടിങ്ങുകളുണ്ട്. അപ്പോൾ അതിൽ ഏത് തിരഞ്ഞെടുക്കും എന്നുള്ളത് നമ്മളെപ്പോഴും തീരുമാനിക്കുമ്പോൾ ഈ പാത്ത് നോക്കിയിട്ട് വേണം നമ്മളത് തീരുമാനിക്കാനായിട്ട്. അല്ലാണ്ട് നമ്മളൊരു റേറ്റ് നോക്കിയിട്ട് 100 രൂപയോ 200 രൂപയോ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ട് മറൈൻ ഡ്രൈവിൽ നിന്ന് പോയിട്ട് ബോൾഗാട്ടി വരെ പോയിട്ട് ആ ഏരിയ കൂടെ റൗണ്ട് അടിച്ച് തിരിച്ചു വരുന്ന ബോട്ടിങ് തിരഞ്ഞെടുത്തിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ബോട്ടിങ് തിരഞ്ഞെടുക്കുക എപ്പോഴും നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏതാണ് പാത്ത് എന്നുള്ളത് തിരഞ്ഞെടുക്കുക, എവിടെ വരെ പോകുന്നുണ്ട്, എവിടെ വരെ കവർ ചെയ്തിട്ടാണ് ഇവർ തിരിച്ചു വരുന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് നല്ല ഉറപ്പുണ്ടാവും. അപ്പോഴാണ് നമുക്ക് ഏറ്റവും നല്ല ബോട്ടിങ് തിരഞ്ഞെടുക്കാൻ എപ്പോഴും പറ്റത്തുള്ളൂ.